ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. വൈ കുഡിന്റ് എൽസ ഫൈൻഡ് എനി ഫുട് പ്രിന്റ്സ്? അല്ലേ, എൽസ പറയുന്നുണ്ട് അവിടെ കാൽപാദങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അവിടെ കാണുന്ന ആ മഞ്ഞ് പാളികളുടെ ആ ഒരു മഞ്ഞ് കൊട്ടാരത്തില് ആ ഒരു ഭാഗത്ത് എന്തില്ല, അവളുടെ ആ ഒരു ഐസൊലേഷന്റെ ആ ഒരു കിങ്ഡത്തില് കാൽപാദങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ്. എൽസ കുഡ് നോട്ട് ഫൈൻഡ് എനി ഫുട് പ്രിന്റ്സ്. അവിടെ എന്തില്ല, എൽസയ്ക്ക് ഒരു ഫുട് പ്രിന്റ്സ് കണ്ടെത്താൻ സാധിച്ചിട്ട്. ഈ ഫുട് പ്രിന്റ്സ് പറഞ്ഞാൽ എന്താ, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ ആണ് കേട്ടോ ആ പറയുന്നത്. സൊസൈറ്റിയുടെ ചിന്തകള്, സൊസൈറ്റിയുടെ റൂൾസ്, അതൊക്കെയാണ് കേട്ടോ. ബിക്കോസ് ദ പ്ലേസ് ഇസ് എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ, നോബഡി ഹാസ് വാക്ക്ഡ് ദർ. കാരണം അതെന്താണ്, അത് ഏകാന്തതയുടെ ഒരു ലോകമാണ്. അവളുടെ ഏകാന്തതയുടെ ഒരു ലോകമാണ്. അവിടേക്ക് ആരും തന്നെ ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ട് ഇല്ല. Then second question, why is Elsa asked to conceal her feelings? Why is, എന്തുകൊണ്ടാണ് എൽസ പറയുന്നത് അവൾ ഫീലിങ്സ് അല്ലെ, അവളുടെ ഫീലിങ്സുകളൊക്കെ ഒളിച്ചു വെക്കണം, ഉള്ളിൽ ഒതുക്കി വെക്കണം എന്നുള്ളത്. Elsa is asked to conceal her feelings to remind the good girl she always has to be. അല്ലേ, എങ്ങനെ സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആവണം ഒരു പെൺകുട്ടി, ഇങ്ങനെ ആവണം ഗുഡ് ഗേൾ എന്ന് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഗുഡ് ഗേൾ ആവാൻ വേണ്ടി, ഗുഡ് ഗേൾ എങ്ങനെയാണോ അവള് എന്തായിരുന്നു, അവളെപ്പോഴും ഒരു നല്ല കുട്ടിയായിരുന്നല്ലോ അല്ലെ, അങ്ങനെ ഒരു കുട്ടിയാവാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അവളുടെ ഫീലിങ്സുകളൊക്കെ കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡസ് ഷീ മീൻ ബൈ ലെറ്റ് ഇറ്റ് ഗോ? എന്താണ് ഈ ലെറ്റ് ഇറ്റ് ഗോ എന്നുകൊണ്ട് അവൾ ഉദ്ദേശിച്ചത്? By let it go, she means she is letting her feelings go out openly as she can't hold them back anymore. അവൾ എന്താണ് ഉദ്ദേശിച്ചത്? ഷീ ഈസ് ലെറ്റിംഗ് ഹെർ ഫീലിങ്സ്. അവളുടെ ഫീലിങ്സ് ആണ് പോകാൻ പറയുന്നത്. അത് എങ്ങനെയുള്ള ഫീലിങ്സ്? വളരെ ഓപ്പൺ ആയിട്ട് അവളുടെ ഫീലിങ്സിനോട് പോകാൻ പറയാണ്. അത് എന്ത് ഫീലിങ്സാണ് മക്കളെ? അവളുടെ ഫിയറിങ്സും മൈൻഡിൽ വരുന്ന ആ കൺഫ്യൂഷൻസും ഒക്കെ ഉള്ള ആ ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഫീലിങ്സിനോട് അവൾ പോകാൻ പറയാണ്. കാരണം ഷീ കാണ്ട് ഹോൾഡ് ദം ബാക്ക് എനിവ. ഇനി ഒരിക്കലും അവൾക്ക് എന്ത് ചെയ്യില്ല, അവൾക്ക് ഇനി അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ഇനി അത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. Then fourth question, distance makes everything seem small. അല്ലേ, ദൂരം എല്ലാ വസ്തുക്കളെയും ചെറുതായി കാണിക്കുന്നു, ദൂരം എല്ലാത്തിനെയും ചെറുതാക്കി കാണിക്കുന്നു. വാട്ട് ഡസ് ദ ഡിസ്റ്റൻസ് സജസ്റ്റ്? എന്താണ് ഈ ദൂരം കൊണ്ട് ഉദ്ദേശിച്ചത്? ഡിസ്റ്റൻസ് സജസ്റ്റ് ദ പാസ്റ്റ് ആൻഡ് ദ തിങ്സ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ലോങ്. അല്ലേ, കഴിഞ്ഞു പോയ കാലത്തെയും കഴിഞ്ഞു പോയ വസ്തുക്കളെയും കഴിഞ്ഞു പോയ സംഭവങ്ങളെയുമാണ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അത് ഹാപ്പൻഡ് ലോങ് അല്ലേ, പണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള ആ കാര്യങ്ങളെയാണ് അവര് ഉദ്ദേശിക്കുന്നത്. Then fifth question, and one thought crystallizes like an icy blast. അല്ലേ, എൻ്റെ ഒരു ചിന്ത അത് എങ്ങനെയാണ് മക്കളെ ഉരുണ്ട് കൂടി ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഉരുണ്ട് കൂടി ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നത് ഒരു ഐസ് ബ്ലാസ്റ്റ് പോലെ എന്നാണ് പറഞ്ഞത് അല്ലേ, ഒരു ഐസിന്റെ ബ്ലാസ്റ്റ് പോലെ എന്നാണ് പറഞ്ഞത്. വാട്ട് തോട്ട് കുഡ് ബി ദിസ്? ആ തോട്ട് ഉണ്ടല്ലോ, ആ വൺ തോട്ട് അതെന്താണ് എന്നാണ് ചോദ്യം. The thought that she would never go back to the state of the doubt and uncertainty. എന്ത് തോട്ടാ മക്കളെ? ഇനി ആ ഒരു ഡൗട്ടുകൾ നിറഞ്ഞിട്ടുള്ള, ആ അസ്ഥിരമായിട്ടുള്ള, സ്ഥിരതയില്ലാത്ത ആ ഒരു സ്ട്രഗിളിങ്സ് നിറഞ്ഞ, ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലോട്ട് അവൾ ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല. The past is past, it is gone. പാസ്റ്റ് എന്താണ്? പാസ്റ്റ് തന്നെയാണ്, കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. You will never see me cry. നിങ്ങൾ ഒരിക്കലും ഇനി ഞാൻ കരയുന്നത് കാണുകയില്ല. Why doesn't Elsa want others to see her cry? എന്തുകൊണ്ടാണ് എൽസക്ക് മറ്റുള്ളവർ അവളുടെ കണ്ണുനീര് കാണണ്ട എന്ന് പറയാൻ കാരണം? Elsa wants doesn't others to see her cry because she has now become strong like the wind and the sky. അവൾക്ക് അവളുടെ കണ്ണുനീർ മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമില്ല. കാരണം അവൾ ഇപ്പോൾ എന്താണ് മക്കളെ? ഫ്രീ ആണ്, സ്ട്രോങ് ആണ്. എന്തുപോലെ അവളിപ്പോൾ സ്ട്രോങ് ആണ്? വിൻഡ് പോലെയും സ്കൈ പോലെയും അല്ലേ, കാറ്റിനെ പോലെയും ആകാശത്തെ പോലെയും അവളിപ്പോൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഇനി കരയുകയില്ല, അവളുടെ കരച്ചിൽ ഇനി ആരും കാണുകയുമില്ല. ഹൗ ഡസ് എൽസ വിഷ് ടു റൈസ്? എങ്ങനെ ഉയർത്തി എഴുന്നേൽക്കണമെന്നാണ് എൽസ ആഗ്രഹിച്ചത്?
Elsa wished to rise like a ബ്രേക്ക് ഓഫ് ഡോൺ അല്ലേ, പ്രഭാതം പൊട്ടി വിടരുന്നത് പോലെ അല്ലേ, അങ്ങനെയാണ് അവൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചത്. ദ പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ അല്ലേ, പെർഫെക്റ്റ് ഗേൾ, ആ നല്ല കുട്ടി, ആ എല്ലാ കാര്യങ്ങളും കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പെൺകുട്ടി പോയിരിക്കുന്നു. ഹൂ ഈസ് ദ പെർഫെക്റ്റ് ഗേൾ റെഫർ ടു ഹിയർ? ആരെയാണ് ഈ പെർഫെക്റ്റ് ഗേൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്? The perfect girl referred to here is the girl who was concealing her feelings. എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇവിടെ പെർഫെക്റ്റ് ഗേൾ കൊണ്ട് ഉദ്ദേശിച്ചത്? സ്വന്തം ഫീലിങ്സ്, ദേഷ്യമായാലും സങ്കടമായാലും എതിർപ്പാണെങ്കിലും എല്ലാ ഫീലിങ്സുകളും ഇമോഷൻസും ഉള്ളിലൊതുക്കി വെച്ച, ട്രൈങ് ടു അപ്പിയർ ടു ബി ദ ഗുഡ് ഗേൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ അതേഴ്സ്, എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല കുട്ടിയായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവുമല്ലോ, ആ പെൺകുട്ടിയാണ് ഇവിടെ പെർഫെക്റ്റ് ഗേൾ കൊണ്ട് ഉദ്ദേശിച്ചത്. Then let's recall and recreate. Does Let It Go portray Elsa dealing with her problems or running away from her problems? അല്ലേ, എക്സ്പ്ലെയിൻ. ഈ ഒരു ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എൽസയെ അവളുടെ പ്രശ്നങ്ങൾ സ്വയം ഡീല് ചെയ്യുന്നതായിട്ടാണോ കണ്ടത്, അതോ അവൾ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നാണ് ചോദ്യം. എന്താണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, Let It Go portrays Elsa dealing with her problems and not running from her problems in the beginning. അല്ലേ, അവളെ we can see here to be shy and timid even to appear before the others. എന്താണ് പറയുന്നത്? ഇതിലെങ്ങനെയാണ് കാണുന്നത്? ഡീലിംഗ് വിത്ത് ഹെർ പ്രോബ്ലംസ് ആണ് അല്ലേ, എൽസയെ അവളുടെ പ്രശ്നങ്ങൾ ഡീല് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആൻഡ് നോട്ട് റണ്ണിങ് ഫ്രം ഹെർ പ്രോബ്ലംസ്, അവളുടെ പ്രോബ്ലംകളിൽ നിന്നും ഓടിപ്പോകുന്ന വ്യക്തിയായിട്ടല്ല. ഇൻ ദ ബിഗിനിങ്, എന്താണ് ഈ ചാപ്റ്റർ, ഈ ഒരു പോമിൻ്റെ ബിഗിനിങ്ങിൽ വി സി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൽസ എങ്ങനെയാണ് വളരെ ഷൈ ആയിട്ടൊരു ടിമിഡ് ഈവൻ ടു അപ്പിയർ ബിഫോർ ദ അതേഴ്സ് അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും മടിയുള്ള ഷൈ ആയിട്ടുള്ള പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ഇൻ ലൈഫ്, ഒരു ലൈഫിൽ ഒരു പ്രത്യേക ടൈമിൽ ഷീ ഡിസൈഡഡ് ടു ഫ്രീ ഹെർസെൽഫ് ടു ദ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ, സൊസൈറ്റിയുടെ പ്രതീക്ഷകളിൽ നിന്ന് അവൾ ഫ്രീ ആവാൻ തീരുമാനിക്കുകയും ലീവ് അക്കോർഡിംഗ് ടു ഹർ ഡീപ്പസ്റ്റ് വിഷ്, അവളുടെ വിഷുകൾക്കനുസരിച്ച് ജീവിക്കാനും അവൾ തീരുമാനിക്കുകയാണ്. She sings the song Let It Go to show this decision as she builds a size palace for herself. ഐസ് പാലസ് നിർമ്മിച്ചപ്പോൾ അവൾ അവളുടെ ഈ ഡിസിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഒരിക്കലും എന്തല്ല ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്, അവൾ അവളുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത് അതിനെതിരെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മൈൻഡിലെടുത്ത് സെറ്റായി മുന്നോട്ട് പോവുകയാണ്. The song highlights the problems that can arise when you hide you who really are. അല്ലേ, ഈ ഒരു പ്രോബ്ലം, ഈ ഒരു സോങ്ങിൽ ഒരു പ്രോബ്ലം ഇതിൽ പറയുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുക, മറച്ച് വെക്കുക. നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് വേറെ ആളായിട്ട് ബിഹേവ് ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കുക. നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒളിപ്പിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലംസും ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. Do you agree with this statement? Why? അല്ലേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. I quite agree with the statement. അല്ലേ മക്കളെ, നമ്മൾ യോജിക്കുന്നുണ്ട്. When we try to hide who we are really are, we will be always under the stress. അതാണ് അല്ലേ, നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും മക്കളെ? we will be always under the stress. എപ്പോഴും നമുക്ക് സ്ട്രെസ് ആയിരിക്കും. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മറച്ചു വെച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും നല്ല സ്ട്രെസ്സും ടെൻഷനും ആയിരിക്കും. There is always a storm raging inside us because of the concealed emotions. അല്ലേ, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൊടുങ്കാറ്റിങ്ങനെ മറിഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം എന്താണ്? ഇമോഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ? ഉള്ളിലിങ്ങനെ ഒതുക്കി വെക്കുന്നതാണ്. ബൈ ട്രൈങ് ടു അപ്പിയർ നൈസ് ടു അതേഴ്സ് വി ആർ നെഗേറ്റിംഗ് അവർ പേഴ്സണാലിറ്റി ആൻഡ് വി ക്യാൻ നെവർ ബി ഹാപ്പി. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും നമ്മുടെ വ്യക്തിത്വമൊക്കെ നമ്മൾ മറച്ചു വെച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല മക്കളെ? സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. എ കേജ്ഡ് ബേർഡ് ഈസ് നെവർ
ഹാപ്പി. കൂട്ടിലകപ്പെട്ട പക്ഷി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാറില്ല. സിമിലർലി എ പേഴ്സൺ ഹു ഓൾവേസ് ഹൈഡ് ഹിസ് ആൻഡ് ഹെർ ട്രൂ ഫീലിങ്സ് ക്യാൻ നെവർ ബി ഹാപ്പി. അതുപോലെ തന്നെയാണ് മനുഷ്യനെന്ന് പറയുന്നതും സ്വന്തം പേഴ്സണാലിറ്റിയും സ്വന്തം വ്യക്തിത്വവും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കില്ല. What could be the consequence of the suppressing one's true self? അല്ലേ, നമ്മളെ എന്ത് ചെയ്യാണ്, സപ്രസ് ചെയ്തിട്ട് നമ്മളെ അടിച്ചമർത്തിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. The consequence of the suppressing one's true self are disastrous ആണ് അല്ലേ. വളരെ ദാരുണവും ദുരന്തപൂർവമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും നമ്മളെ ഒന്ന് അടിച്ചമർത്തിയാണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ. By suppressing one's true self, the one is trying to live a life different from what she wants. Concealed feelings and emotions makes the person he or she will never be able to enjoy her life. മക്കളെ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഫീലിങ്സും അതിൻ്റെ ഇമോഷൻസും ഒക്കെ കൺട്രോൾ ചെയ്ത് ജീവിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ലൈഫ് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കില്ല, സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. He will always appear sad, tense, angry. ആ വ്യക്തി എപ്പോഴും ദേഷ്യത്തിലും സങ്കടത്തിലും ടെൻഷനിലൊക്കെ നമുക്ക് കാണപ്പെടും. One should live his life the way he wants it and not the way others want it. ഒരു വ്യക്തി അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ വേണം ജീവിക്കാൻ, അല്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൂടെ ജീവിക്കരുത്. ഓക്കെ, ഇതെന്താന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ പാരൻസ് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി പറയുന്നതോ നമ്മുടെ റിലേറ്റീവ്സ് പറയുന്നതോ ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടാറില്ല, ഒരു ചെറിയൊരു സ്ട്രെസ്സും പെയിനും ബുദ്ധിമുട്ടും ഉണ്ടാവും അല്ലേ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വരിക, അതിനെതിരെ നമുക്ക് സംസാരിക്കാൻ വായിൽ വന്നത് വരെ കൺട്രോൾ ചെയ്ത് അടിച്ചമർത്തി നിൽക്കുക, ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഈ ഒരു ഇമോഷൻസ് തന്നെയാണ്. നമുക്ക് ലൈഫിൽ ഒരിക്കലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിക്കലും ഹാപ്പി ആവില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ. Then choreograph the song, let it go, listen to the song again, prepare the script and present the chorus. മക്കളെ, ഈ ഒരു പാട്ട് എന്ത് ചെയ്യുക, കൊറിയോഗ്രാഫ് ചെയ്തിട്ട് കേൾക്കുക, അതിനൊരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി ക്ലാസ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഈ പാട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഫോണിലൊക്കെ അടിച്ചു നോക്കിയിട്ട് കാണാം കേട്ടോ. സോ ഇത്രയുമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.